ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഞാനൊരു മോർണിംഗ് റുട്ടീൻ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് എനിക്ക് ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. സാധാരണ ഞാനങ്ങനെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. ഇഷ്ടമാണെന്നുണ്ടെങ്കിലും കഴിക്കാൻ പേടിയാണ്. കാരണം പൂരി, കാലത്ത് തന്നെ പൂരി എണ്ണയിൽ വറുത്തെടുക്കുന്ന ആ ഒരു സാധനം കഴിക്കാനായിട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. എങ്കിലും നമ്മളുടെ ആഗ്രഹം ഇടക്ക് വല്ലപ്പോഴും ഒന്ന് കഴിച്ചതൊന്ന് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് പൂരിയും നല്ലൊരു ചെന്ന മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പൂരിയും ചെന്ന മസാലയൊക്കെ ഉണ്ടാക്കുന്നത് ഇൻഡസ് വാലിയുടെ പുതിയൊരു പാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ പാത്രത്തിലാണ് നമ്മളിന്ന് ചന മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് ഇത്തവണ കിട്ടിയിരിക്കുന്ന പുതിയൊരു പാത്രം. ലിഡോട് കൂടിയിട്ടുള്ള ഒരു കടായിയാണ്. അപ്പോൾ ഈ കടായി എന്ന് പറയുമ്പോൾ ഇത് സാധാരണ കടായി പോലെ ഡീപ്പായിട്ടുള്ള അകവശം ഇങ്ങനെ സ്ലോപ്പായിട്ടുള്ളതല്ല, ഉള്ളിലേക്ക് പരന്നിട്ടാണ്. അതായത് ഒരു ഫ്രൈ പാനിന് തുല്യം. അന്ന് കടായിയുടെ പോലെ രണ്ട് ഹാൻഡിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൈ പാനിൽ ഉള്ള കാര്യങ്ങൾക്കും ഒരു കടായിൽ ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് രണ്ടും ഒരുപോലെ ചെയ്യാൻ സാധിക്കും. ഭയങ്കര കട്ടിയുള്ള പാത്രമാണ്, നല്ല വെയിറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഫുഡ് ബേൺ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ താഴെ വീണാലും ഇതിൻ്റെ ഹാൻഡിലുകളൊന്നും വിട്ടൊന്നും പോവില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള ഹാൻഡിലുകളും, അതുപോലെ തന്നെ ഇത് നമ്മളുടെ ഈ ഒരു ലൈഫിൽ ഈ ഒരു പാത്രം നമുക്ക് കേടാകാതെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഇടയ്ക്കൊന്നും മാറ്റേണ്ടി വരില്ല. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ആ ഒരു ഇൻഡസ് വാലിയുടെ പാത്രം ആ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു കടായില്ലേ, നമ്മുടെ കോംബോയിൽ എണ്ണം ഒന്നിച്ച് കിട്ടുന്ന കോംബോയിൽ കിട്ടുന്ന ഈ കടായിയുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല അടിപൊളിയാണ്. ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനകത്താണ് ഞാനിന്ന് പൂരി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചത്. അപ്പോൾ ഈ ഒരു കടായിയുടെ കോംബോ നിങ്ങൾ ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ചീപ്പായിട്ടും വില കുറവ്, ഈ ഒരു ക്വാളിറ്റിയിൽ വില കുറവാണ്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കോംബോ ആയിട്ടുള്ള ഒരു സെറ്റാണ്. അപ്പം അതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഷേപ്പുള്ള കടായിയൊക്കെയുള്ള ചെറുതും വലുതുമായിട്ട് നമുക്ക് ഒരു 4 പേരൊക്കെയുള്ള കുടുംബത്തിന് പറ്റുന്ന രീതിയിൽ. അപ്പം ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കുറച്ചും കൂടി വലിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്തത് ഉപയോഗിക്കാം. നല്ല ഷേപ്പുമാണ്. പിന്നെ ഇത് കാസ്റ്റ് അയണാണ്. ഇതിൻ്റെ ഹാൻഡിലും ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഉള്ളത്. നല്ല വെയിറ്റുമാണ്. അപ്പോൾ ഇന്ന് ഏതായാലും പൂരി ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഗ്ലാഡീസ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 12% നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടും. പിന്നെയും നിങ്ങൾ അവരുടെ സൈറ്റിൽ പോയി സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓഫറുകളും പിന്നെ പകുതി പ്രൈസായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഹാഫ് പ്രൈസിലൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. ഏതായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. അപ്പോൾ കുറേ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതും പഴയത് ഇങ്ങനെ ഹാഫ് പ്രൈസിൽ ഇട്ടിരിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നേരത്തെ അത് കണ്ടുവച്ചിട്ട് അതിൻ്റെ വില കൂടുതലാണെന്ന് തോന്നിയിട്ട് മേടിക്കാതെ വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ഹാഫ് പ്രൈസിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇത് കെമിക്കൽ കോട്ടിംഗ് ഒന്നും ഇല്ലാത്ത പാത്രങ്ങളായതുകൊണ്ട് തന്നെ 100% ഫുഡ് സേഫാണ്. സ്റ്റൗ ടോപ്പിലും ഇൻഡക്ഷനിലും എല്ലാം ഇത് ഒരുപോലെ തന്നെ. നമുക്ക് ഇപ്പോൾ ഈ ഒരു കാസ്റ്റ് അയണിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വിറകടപ്പിലും എല്ലാം നമുക്ക് യൂസ് ചെയ്ത് വിറകടപ്പിലും ഒക്കെ കുഴപ്പമില്ല. പക്ഷെ കരി പിടിക്കുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വിറകടപ്പ് ഇത് കറുത്തതായതുകൊണ്ട് കരി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അറിയൂലല്ലോ. അതാണ് കേട്ടോ. അപ്പം വിറകടപ്പിൽ വെക്കണമെങ്കിലും വെക്കാൻ കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ പാത്രങ്ങൾ. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വെറുതെ ഇങ്ങനെ ഞാൻ പറയുന്നത് മാത്രം കേൾക്കണ്ട. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. ഒരിക്കലും ഞാൻ നിങ്ങളെ മേടിക്കുമെന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്യില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മേടിക്കുക. ഒരുപാട് പാത്രങ്ങൾ മേടിച്ച് വീടിനകത്ത് വെക്കുന്നതും വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം മേടിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ കോട്ടിങ് പോയി അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് മാറ്റിയിട്ട് നമ്മുടെ വീട്ടിൽ അത് വേസ്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. പിന്നീട് നമ്മൾ പൈസ മുടക്കിയിട്ട് വീണ്ടും നമ്മൾ മേടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ വളരെ കുറച്ച് പാത്രങ്ങൾ കൊണ്ട് നമ്മുടെ ലൈഫ് ടൈം നമുക്ക് അടുത്ത ആളുകൾക്ക് കൈമാറി കൊടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെയുള്ള ക്വാളിറ്റിയുള്ള ഇൻഡസ് ഫസ്റ്റ് ഹെൽത്തി കിച്ചൺ വെയർ ബ്രാൻഡാണ് ഇൻഡസ് വാലി. അതുകൊണ്ടാണ് നമ്മൾക്കിത് ഒരു പ്രാവശ്യം മേടിച്ചാൽ മതി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി നമ്മളുടെ ഇന്നത്തെ ചന മസാലയും അതുപോലെ
വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അന്നേ നല്ല കൊമളച്ച് വരികയും ചെയ്യും. മൈദ കൊണ്ടല്ല നമ്മൾ ഉണ്ടാക്കണം, ഗോതമ്പൊടി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു മോർണിംഗ് റുട്ടീൻ മാത്രമേ കാണിക്കുന്നുള്ളൂ, കൂടുതലായിട്ട് കാര്യങ്ങൾ കാണിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ചന മസാല ഉണ്ടാക്കുന്നത് വെള്ളക്കടല വെച്ചിട്ടാണല്ലോ. അത് തലേ ദിവസം തന്നെ കുതിർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അത് വെള്ളത്തിൽ നിന്ന് എടുത്ത് കുക്കറിലേക്ക് മാറ്റുന്നതാണ്. ഇതിനകത്തേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ടാണ് വേവിക്കുന്നത് കേട്ടോ, വേറെ ഒന്നും ചേർക്കണില്ല. അപ്പോൾ ഇത് 1 കിലോ കടല ഞാൻ അങ്ങനെ തന്നെ കുതിർത്ത് വേവിക്കുന്നുണ്ട്. കാരണം എനിക്കിത് മൊത്തത്തിൽ വേവിച്ചിട്ട് ആവശ്യത്തിന് മാത്രം കുറച്ചെടുത്തിട്ട് ബാക്കി ഒരു 3 തവണയായിട്ട് എടുക്കണം എനിക്കിത്. അപ്പോൾ കുറച്ചായിട്ട് അത് വേവിക്കാനും ചിലപ്പോൾ വെള്ളത്തിലിട്ട് അത് വെക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ വേവിച്ചെടുക്കണേന് കേട്ടോ. അതുകൊണ്ട് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റും. ഇപ്പം അത്യാവശ്യം ഞങ്ങൾക്ക് 2 ആൾക്കുള്ളത് മാത്രം ഇപ്പം എടുത്തിട്ട് കറിയാക്കുവേ. അപ്പോൾ സവാള കുറച്ചധികം 2 വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്ത്, പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളിയും നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് അത്, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചോപ്പ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനത് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണമെന്ന് ആവശ്യമില്ല, വെളുത്തുള്ളി ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഏതായാലും ആ ഒരു പണി കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും അരിയണ്ട. അപ്പോൾ ഞാനവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അത് കൂടിയിട്ട് എടുത്ത് വെക്കണം. പിന്നെ നമ്മളിതിൻ്റെ മസാലപ്പൊടികൾ എടുക്കുമ്പോൾ ആംചൂർ പൗഡർ ഇതിനകത്ത് ഇത്തിരി ഇട്ട് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിലിങ്ങനെ ആംചൂർ പൗഡർ മേടിച്ച് വെച്ചിട്ടില്ല. അതുകൊണ്ട് അതിന് പകരം ഞാൻ ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴും ആ ഒരു നല്ലൊരു പുളിയുടെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറുനാരങ്ങയുടെ ഒരു അറ്റത്തെ പീസ് എടുത്തേക്കണം കേട്ടോ, ഹാഫ് എടുത്തിട്ടില്ല, അറ്റത്തെ പീസ് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തേക്കണത്. പിന്നെ നമ്മുടെ പൂരി അത്രയും കാര്യങ്ങൾ ചെയ്തവിടെ വെച്ച് കുക്കറിൽ കടല വേഗം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ടേ. 2 കപ്പ് തികച്ചില്ല, കാരണം നമ്മൾ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ 2 കപ്പാകും. പിന്നെ 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ റവ, അത് വറുത്ത റവയാണ്, വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ 2 ടേബിൾ സ്പൂൺ റവ കൂടിയിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് നല്ല പെർഫെക്റ്റ് പൂരിയാണ്. 1 ടീസ്പൂൺ ഉപ്പും, ഈ 2 കപ്പിന് കൂടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ടാൽ മതി. പിന്നെ നമുക്കിതിനകത്തേക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ അതും കൂടി ചേർത്ത് വെള്ളം ഏകദേശം 1/2 കപ്പ് വെള്ളം മതിയായിരുന്നു ഞാനിത് കുഴച്ചെടുത്തപ്പോൾ. 1 കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഏകദേശം 1/2 കപ്പ് വെള്ളത്തിൽ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ കുഴച്ച് നോക്കണം, കാരണം ഇത് ഭയങ്കര ലൂസായി പോകരുത്. ചപ്പാത്തി മാവ് പോലെ ഭയങ്കര അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഹാർഡും ആകരുത്, അന്ന് കുറേ സോഫ്റ്റും ആയി പോകരുത്. അങ്ങനെ നമ്മൾ കുഴച്ചെടുത്തിട്ട് കുറച്ച് നേരം അതവിടെ മാറ്റി വെച്ചേക്കുക. കാരണം ഇതിനകത്ത് റവ ചേർത്തിട്ടുണ്ട്. അപ്പോൾ റവയ്ക്കൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം, അല്ലെങ്കിൽ തന്നെയുണ്ടോ നമ്മൾ തയ്യാറാക്കുമ്പോൾ കുറച്ച് നേരം മാറ്റി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ പറ്റിയിട്ട് ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ചന്ന മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇടുന്നത് കേട്ടോ, ഇതിനകത്ത് വെളിച്ചെണ്ണ വേണ്ട. അപ്പോൾ ഒരു ബേ ലീഫും പട്ടയും ചെറിയ ജീരകവും കൂടിയിട്ടാണ് നമ്മൾ പൊട്ടിക്കണത്. ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുക്കും, പക്ഷേ പൊട്ടിക്കാനായിട്ട് ഈ 3 സാധനങ്ങൾ മാത്രം എടുക്കണത്. എന്നിട്ട് നമ്മൾ സവാള ആദ്യം അതിനകത്തേക്ക് ഇട്ടിട്ട് സവാള നന്നായിട്ടൊന്ന് കളറ് മാറി വരുന്ന നേരത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചില ആളുകൾ ഈ മസാലകളെല്ലാം കൂടി വഴറ്റിയതിന് ശേഷം അത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കും. നമ്മൾ മറ്റേ ബീഫ് കറി വെക്കൂലേ എന്ന് പറഞ്ഞ പോലെ എല്ലാം കൂടി മിക്സിയിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് വഴറ്റിയിട്ട് ഈ വേവിച്ച് വെച്ച കടല അങ്ങോട്ട് ചേർക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനങ്ങനെ ചെയ്യണില്ല.
വഴറ്റിയ വഴിക്ക് തന്നെ അതിനകത്തേക്ക് കടലിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ട മസാലപ്പൊടികളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. മസാലപ്പൊടി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മുളക് പൊടി എരിവിനനുസരിച്ച്, ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കുക. 1 നുള്ളി ചെറുജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, അത് ഗരം മസാലയാണ്. ഇതാണ് മല്ലിപ്പൊടി. അപ്പോൾ മുളക് പൊടിനെക്കാട്ടി കുറവ് മതി മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടിയുടെ അളവ് കൂടി പോകണ്ട. അപ്പോൾ ഇത് ഇത്രയും ഇട്ടിട്ട്, ചെറുജീരകത്തിൻ്റെ പൊടി വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം കേട്ടോ. ഇവിടെ പപ്പക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അധികം ഇടാതിരുന്നത്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ചെറുജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 നുള്ളും മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ കടല അങ്ങോട്ട് ഇട്ട് കൊടുത്ത്, കടല അവിടെ തിളക്കുന്ന നേരം കൊണ്ട് ഇത്തിരി കടല ഒന്ന് മിക്സിയിൽ അരച്ച് അതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മസാല വഴറ്റിയിട്ട് അത് മിക്സിയിൽ അരച്ച് ചേർക്കണമെങ്കിൽ ഈ കടല അരച്ച് ചേർക്കേണ്ട കാര്യമില്ല. നല്ല തിക്ക് ഗ്രേവി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കടല അരച്ചതും മിക്സിയുടെ ജാറ് കഴുകിയതും എല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്ന് ഒന്ന് മസാലയൊക്കെ ഒന്ന് വെന്ത് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ നോക്കി അത് കറക്റ്റ് ചെയ്യുക. മല്ലിയിലയും പിന്നെ ഇതിനകത്തേക്ക് നല്ല ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് കസൂരി മേത്തി കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില മാത്രം മതി എന്നുള്ളവർക്ക് മല്ലിയില മാത്രം ഇടാം. എനിക്ക് കസൂരി മേത്തിക്ക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കസൂരി മേത്തി കൂടിയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച്, മസാല വേകണമല്ല, മസാലപ്പൊടികൾ വേകണം. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ചെറുനാരങ്ങ നീരും കൂടിയിട്ട് മീതിലേക്ക് ഇട്ട് കൊടുത്ത്, പിന്നെ ഇതിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാനായിട്ട് ഇത്തിരി നെയ്യ് ഇതിൻ്റെ മീതയിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റുള്ള ഒരു ചന്ന മസാലയാണ്. എന്നിട്ട് പിന്നെ വേഗം തന്നെ ആ കസൂരി മെത്തി കൂടി ഇട്ടിട്ട് അടച്ചു വെക്കുക. കസൂരി മെത്തി കൂടുതലാണ് കുറവാണ്, നിങ്ങൾക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതലിടാം. അങ്ങനെ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ വേഗം അത് അടച്ചു വെച്ചിട്ടാ. പിന്നെ ഇനി സാവധാനം നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം. പൂരി ഇങ്ങനെ കുഴച്ച് അവിടെ വെച്ച് അതൊന്ന് സോഫ്റ്റ് ആകുന്ന നേരം കൊണ്ട് നമ്മൾ കറി വെച്ച് തീർക്കും. പിന്നെ നമ്മൾ പൂരി ഉണ്ടാക്കും. അപ്പോൾ സാധാരണ ഒരുപാട് പേര് കോമൺ ആയിട്ട് ഈ പൂരി ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടിരിക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട്. പണ്ട് ഞാൻ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ എനിക്ക് തോന്നാറുണ്ട്. ഭയങ്കര ഹാർഡായിരിക്കും. അത് ചവച്ചൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് കവിളത്തിങ്ങനെ നീര് വീഴും, മോണക്ക് നീര് വീഴുന്ന ഒരവസ്ഥ വരെ വരും. ഈ മൈദയൊക്കെ വെച്ചിട്ടൊക്കെ പൂരി ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് നേരം ഇരുന്നൊന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും തിന്നാൻ പറ്റൂല. പിന്നെ അതുങ്ങൾ ചിലവർ അത് കഴിക്കുന്ന സമയത്ത് പറയും വായൊക്കെ പൊട്ടിപ്പോയി കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞത് കേൾക്കാം. അപ്പോൾ ഇന്നത്തെ പൂരി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. സൂപ്പറായിട്ടുള്ള പൂരിയാണ്. കാരണം പൂരി എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് പൂരി. പെട്ടെന്ന് വെന്ത് അതങ്ങോട്ട് വീർത്ത് തന്നെയല്ലേ, അപ്പോൾ പെട്ടെന്ന് വെന്ത് വേഗം ചെയ്തെടുക്കാം. എന്നാൽ ഭയങ്കര സോഫ്റ്റായിട്ട് പുറം വശം നല്ല ഒരു ക്രിസ്പിനെസ്സോട് കൂടി അന്നേ വായ ഒന്നും പൊട്ടാത്ത രീതിയിലുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ഇപ്പോൾ ഈ പൂരിയുടെ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻഡസ് വാലിയുടെ തന്നെ പൂരി പ്രസ് എൻ്റെ കയ്യിലുണ്ടല്ലോ, അപ്പം ഞാൻ അതെടുത്ത് വെച്ച്. ഈ പൂരി പ്രസ്സിൽ ചപ്പാത്തി അത്ര വരില്ല കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാൻ നല്ലതല്ല, കാര്യം ഈ പൂരി പ്രസ് ഭയങ്കര ചെറുതാണ്. അതുകൊണ്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ കിട്ടൂല. ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് ശരിയായിട്ടില്ല. അപ്പോൾ പൂരിക്ക് നല്ല അടിപൊളിയാണ്. നമ്മൾ പെട്ടെന്ന് നമുക്ക് കാര്യം കഴിയും. അതുപോലെ മറ്റേ അരിപ്പത്തിരിയില്ലേ, അരിപ്പത്തിരിക്കും ഇത് സൂപ്പറാണ് കേട്ടോ. ആ ഒരു കണക്കുള്ള ഒരു വലിപ്പം ഏകദേശം കണക്കാണ്. വേഗം നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആ എണ്ണയുടെ അകത്തുനിന്ന് തന്നെ അതായത് ചീനച്ചട്ടിയുടെ അകത്തുനിന്ന് തന്നെ ബ്രഷിൽ എണ്ണ ഈ ചപ്പാത്തി പ്രസ്സിൻ്റെ 2 സൈഡിൽ ഇത്തിരി ഇടുന്ന് പുരട്ടിയിട്ടാണ് കേട്ടോ. വേറെ പേപ്പർ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാവൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ പൂരി ഇങ്ങനെ നമ്മൾ പരത്തിയിട്ട് എല്ലാം ഇങ്ങനെ നിരത്തി ഇടൂലേ, എന്നിട്ട് ഓരോന്നോരോന്ന് എടുത്തിട്ട് ചെയ്യൂലേ, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂരി ഇരുന്ന് ഡ്രൈ ആകും, കോമളച്ച് വരില്ല. നമ്മളെപ്പോഴും പൂരി പരത്തലും അത് എണ്ണയിലേക്ക് ഇടലും ഒപ്പത്തിലായിരിക്കണം. അതിന് പറ്റിയ ഒരു സംഭവമാണ് ഈ പൂരി പ്രസ്.
അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ ഹെൽപ്പ് നമുക്ക് വേണം, ഒരാൾ പരത്താനും, അല്ലെങ്കിൽ എല്ലാം കൂടി നമ്മൾ ചെയ്യുമ്പോൾ അപകടം വരും. ഈ എണ്ണയൊക്കെ തെറിക്കും നമ്മളുടെ മേത്ത്, കാരണം നമ്മൾ രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യണല്ലേ. അപ്പോൾ ഒരു അപകട സാധ്യതയുള്ളൊരു സാധനമാണ് ഈ പൂരി. നേരത്തെയൊക്കെ ഈ പൂരി പ്രസ് എനിക്ക് ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ റയന, റോജർ ആരെങ്കിലും എൻ്റെ കൂടെ നിൽക്കാതെ ഞാൻ പൂരി ഉണ്ടാക്കില്ല. നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ആരെങ്കിലും ഇല്ലാതെ ഞാൻ പൂരി ഉണ്ടാക്കില്ല. കാരണം ഒരാളിത് വറുത്ത് കോരാനോ അല്ലെങ്കിൽ പരത്താനോ ഒരാൾ നിൽക്കണം. 2 പേര് ചേർന്നാണ് സാധാരണ ചെയ്യണത്. കാരണം ഇത് പരത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂരി ഇതുപോലെ കൊമളച്ച് വരില്ല. അപ്പോൾ ഈ പൂരി നല്ല കൊമളച്ച് അത് താഴേക്ക് ഒട്ടിപ്പോകാതെ തന്നെ ഇങ്ങനെ വീർത്ത് നിൽക്കുകയും ചെയ്യും. ഭയങ്കര സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 ആൾക്ക് മാത്രം മതി, അതുകൊണ്ട് ഒരുപാട് അങ്ങനെ ഉണ്ടാക്കണ്ടല്ല. കുട്ടികളെല്ലാവരും കൂടിയുള്ള സമയത്ത് നമ്മൾ ഒരുപാട് ഉണ്ടാക്കി കൂട്ടണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ, പിള്ളേർക്കും അത്ര വലിയ താല്പര്യമില്ല പൂരിയൊക്കെ കഴിക്കണത്. എനിക്കാണ് ഭയങ്കര ഇഷ്ടം പൂരി കഴിക്കാൻ. അപ്പോൾ ഇത് എണ്ണയാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒഴിവാക്കും. എങ്കിലും ഇപ്പം നമ്മളങ്ങനെ ഉണ്ടാക്കി ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് സവാള, കുക്കുംബറും ഒക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത്തിരി തൈര്, മുളകൊക്കെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. പിന്നെ ചെറുനാരങ്ങ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ പുറത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതുണ്ട പൂരി എത്ര സോഫ്റ്റായിട്ടാണ്, വെറുതെ ഭയങ്കര സോഫ്റ്റ്. അന്ന് നല്ല വീർത്ത് നല്ല പുറമൊക്കെ മുരിഞ്ഞാണ് ഇരിക്കുന്നത്, പക്ഷേ ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ പൂരിയുടെ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. സോഫ്റ്റായിട്ടുള്ള പൂരിയാണ്. ഉപ്പുറവുണ്ടോ? മതിയല്ലേ? ഗോതമ്പിൻ്റെ പൊരിയാണ്. തിരുമേന്ന് മാത്രം പേരിന് ഇതിലാവും. അരിമിടാതിരിക്കണമെന്ന് ഇതല്ലല്ലോ. എന്താ കുറവ് തോന്നുന്നത്? തൈര് എടുത്തോട്ടോ. നമ്മൾ ഈ പലഹാരം കറി കൂട്ടി കഴിക്കുന്നത് ഉണ്ടാക്കുമ്പോൾ ഇല്ലേ, പലഹാരം ഉണ്ടാക്കുന്നതിന് ഉപ്പ് ഒരുപാട് ഇട്ട് പോകരുത്. ഒരുപാടൊന്നല്ല, കറക്റ്റ് പരുവത്തിൽ ഇട്ട് പോകരുത്. ഈ കറിയുടെ ഉപ്പ് കൂടി ആകുമ്പോഴേക്കും ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ ഇന്നിപ്പോൾ ഈ പൂരി കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ആദ്യം വായിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2 കൂടി ചേർത്തിട്ടില്ലേ, വായിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത്തിരി ഉപ്പ് കുറവുള്ള പോലെ മതി. പക്ഷെ നമ്മളങ്ങോട്ട് കഴിച്ച് തുടങ്ങൂലേ, അപ്പോൾ നല്ല പാകത്തിന് ഉപ്പാകും. അപ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് ഉപ്പിടണമെങ്കിൽ കഴിച്ച് അങ്ങോട്ട് കുറച്ചാകുമ്പോൾ കട്ടുപ്പ് പോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം എപ്പോഴും ഉപ്പിടാനായിട്ട്. പിന്നെ നമ്മൾ ഈ ചോറ് വെക്കുന്ന സമയത്ത് ചോറിൽ ഒരിത്തിരി ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറികൾ കൂട്ടുമ്പോൾ ഭയങ്കര കറിക്കൊരു ടേസ്റ്റ് കൂടുതലുള്ള പോലെ തോന്നാറുണ്ട്. പക്ഷേ ഇവിടെ എന്തോ ചോറിന് ഉപ്പിടുന്നത് ആർക്കും ഇഷ്ടമല്ല. ഞാനും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചോറിൽ ഉപ്പുണ്ടല്ലോ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇവിടെ ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ ചെയ്യാറുള്ളവരൊന്ന് പറയണേ കേട്ടോ. ചോറ് വേവിക്കുമ്പോൾ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇടുന്ന ആളുകൾ. അങ്ങനെ കഴിക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും. ചോറിൻ്റെ ഉപ്പ് കൂടി വരുമ്പോഴില്ലേ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും. അങ്ങനെയുണ്ട്. ഇപ്പോഴായിട്ട് എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴില്ലേ ഭയങ്കര സമാധാനം. നമ്മളെപ്പോഴും രാവിലെ എഴുന്നേൽക്കുന്നത് ഭയങ്കര ഭ്രാന്ത് പിടിച്ചിട്ടല്ലേ വീട്ടമ്മമാരുടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വീട്ടുകാരെയൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ ആയിട്ട് പറഞ്ഞ് ഓഫീസിലൊക്കെ ആയിട്ട് പറഞ്ഞ് വിട്ട് എല്ലാം കഴിയുമ്പോഴാണ് വീട്ടമ്മമാർ ഒന്ന് സ്വസ്ഥരാകുന്നത്. അതുവരെ ഒരു 10 മണി വരെയൊക്കെ വീട്ടമ്മമാരുടെ തലക്ക് ഭ്രാന്താ ശരിക്കും. രാവിലെ നമ്മളുടെ എഴുന്നേൽക്കുമ്പോഴുള്ള ഒരു ക്ഷീണവും തളർച്ചയും എല്ലാം മടിയും എല്ലാം കൂടി ചേർന്നിട്ട്
തിരക്കിട്ട പണികളായിരിക്കുള്ളൂ. ഇത് ഈ ഒരു മടി പിടിച്ച് ചെയ്യണ തിരക്കിട്ട പണിയായിരിക്കുള്ളൂ. ഞാനെപ്പോഴും പറയില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് വലിയ സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ്. അന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള എല്ലാ ജോലികളും നമ്മൾ ഹാപ്പി ആയിട്ട് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് ആ ഒരു ലൈഫിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടിയ ഒരു സമയമാണിത്. കാരണം പപ്പ ജോലിയൊന്നും ചെയ്യാതെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. പപ്പ അതുകൊണ്ട് തന്നെ ഫ്രീ ആണ്. പപ്പക്ക് രാവിലെ എഴുന്നേറ്റ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ, അതായത് ഞാൻ വീട് അടിക്കൽ തുടക്കൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അത് കംപ്ലീറ്റ് എനിക്ക് പപ്പ ചെയ്ത് തന്നെയുണ്ട്. അത് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര സ്വസ്ഥമാണ്. കാരണം എങ്ങോട്ട് നോക്കിയാലും നല്ല ക്ലീനായിട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമല്ലേ മറ്റുള്ള ജോലികൾ ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഇരുന്നിട്ട് യൂട്യൂബ് വർക്ക് ചെയ്യാനും അതുപോലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് വളരെ കുറച്ച് മാത്രം രണ്ടാൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഒരുപാട് ജോലി ഭാരം കുറഞ്ഞ്. അപ്പോൾ ഈ ഒരു അവസ്ഥ അധികം നാളങ്ങോട്ട് പോകില്ല കേട്ടോ. ഇനിയിപ്പോൾ 2 മാസമൊക്കെ അടുത്ത മാസം ഒക്കെ ആകുമ്പോൾ റിച്ചാർഡൊക്കെ വരും. ഈസ്റ്ററിന് മക്കൾ വരുവാന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഈസ്റ്ററിന് ആരും ഉണ്ടാവില്ല. റോജനെ പ്രതീക്ഷിക്കാം, റോജർ തൊട്ടടുത്തായതുകൊണ്ട്. എങ്കിൽ തന്നെയും ഞാൻ വിചാരിക്കുന്നില്ല എങ്ങനെയാണ് അവരുടെ അവസ്ഥ എന്നുള്ളത്. അവിടെ ഒരു ദിവസത്തെ ലീവ് മാത്രമേ ഉള്ളെന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാളെങ്കിലും വീട്ടിൽ ഉള്ളത് നല്ലതല്ലേ, നല്ലൊരു ദിവസമൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെന്ന് അറിയില്ല. പിന്നെ ഇവൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും അവന് അസ്വസ്ഥതകളാണ്. ഈ ട്രാവൽ ചെയ്ത് വന്ന ക്ഷീണം, പിന്നെ ക്ലൈമറ്റ് അവിടുത്തെ നല്ല വെതറാണല്ലോ, തണുപ്പല്ലേ, അവിടെ നിന്ന് ഈ ചൂടിലേക്ക് വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്, പിന്നെ ഇവിടെ നിന്ന് അവിടേക്ക് തണുപ്പിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും ആൾക്ക് അസുഖം, അങ്ങനെയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവന് വരാൻ താല്പര്യമുണ്ട് എങ്കിൽ വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, നിർബന്ധമൊന്നും പറഞ്ഞില്ല. റിച്ചാർഡും റയനും ഒക്കെ ഇറങ്ങാനുള്ള സമയം ആയി വരണേ ഉള്ളൂ. ഇതെല്ലാം ഈസ്റ്ററെല്ലാം കഴിയുമ്പോഴത്തേക്കൊക്കെ റിച്ചാർഡിനുള്ള സമയമാകുള്ളൂ. റയൻ പിന്നെയും ലേറ്റ് ആകും വരുമ്പോൾ. കാരണം റിച്ചാർഡ് പോയതിന് ശേഷമല്ലേ റയൻ പോകുന്നത്. അപ്പം അങ്ങനെ അവരെ ആരും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ ക്ലീനിങ് ചെയ്യുന്ന സമയത്തില്ലേ, നമുക്ക് ഈ പറഞ്ഞ പോലെ രാവിലെ അങ്ങോട്ട് ഭയങ്കര ടെൻഷനാണ്, എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ടെൻഷനാണ്. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും ആദ്യം നമ്മളുടെ ഉമ്മറം തന്നെ ക്ലീൻ ചെയ്യുക. നമ്മളുടെ മുറ്റം, സിറ്റ് ഔട്ട്, അത് ഏറ്റവും അത്യാവശ്യമായിട്ട് ക്ലീൻ ചെയ്യുക. ആര് വന്ന് നോക്കിയാലും അതേ കാണുന്നത്, പിന്നീടല്ലേ അകത്തെ കാഴ്ച കാണുന്നുള്ളൂ. അപ്പോൾ ഈ അതായത് സിറ്റ് ഔട്ടും മുറ്റം ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് വന്നാലും ഈ പറഞ്ഞ പോലെ ഒന്ന് കോളിംഗ് ബെല്ലടിച്ച് ഇത്തിരി നേരം നമുക്ക് വേണ്ടി അങ്ങോട്ട് വരാൻ വെയിറ്റ് ചെയ്യുമ്പോൾ ആദ്യം അവർ ചുറ്റും കണ്ണോടിച്ചുകൊണ്ടിരിക്കും. വെറുതെ നിൽക്കുന്ന സമയമല്ലേ, ചുറ്റും കണ്ണോടിക്കുമ്പോൾ ഈ കാഴ്ചകളായിരിക്കുള്ളൂ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിറ്റ് ഔട്ട് തുടച്ച് വൃത്തിയാക്കുക, മുറ്റം ഒന്ന് അടിച്ച് വൃത്തിയാക്കുക, ഇത്രയും ചെയ്തിട്ടാൽ മതി. പിന്നെ നമ്മുടെ തിരക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിസിറ്റിംഗ് റൂം നീറ്റാക്കുക. ഏറ്റവും ആദ്യം വിസിറ്റിംഗ് റൂം നീറ്റാക്കുക. അതിനുശേഷം മാത്രം നമ്മൾ മറ്റുള്ള മുറികളിലേക്ക് നിങ്ങൾക്ക് എവിടെയാണ് കൂടുതൽ വൃത്തികേടായി കിടക്കുന്നത് വെച്ചാൽ അതൊക്കെ ചെയ്യുക. അപ്പോൾ ഈ വിസിറ്റിംഗ് റൂം ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങൾ നമുക്ക് ഒരു സ്വസ്ഥത തോന്നും കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ തന്നെ തരുന്നൊരു മോട്ടിവേഷൻ. ഒരു റൂം ക്ലീനായി കിടക്കണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എനർജിയായി കട്ട മോട്ടിവേഷനാണ് പിന്നെ അടുത്ത റൂമിലേക്ക് പോയി വേഗം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യത്തെ റൂം ക്ലീൻ ചെയ്യുന്ന ആ ഒരു വിഷമം രണ്ടാമത്തെ റൂം ക്ലീൻ ചെയ്യുമ്പോഴായാലും അടുത്ത റൂം ക്ലീൻ ചെയ്യുമ്പോൾ അതിലേലും എളുപ്പത്തിൽ തീരും. അപ്പോൾ ഇന്നത്തെ എൻ്റെ പാത്രം കഴുകലും കഴിഞ്ഞ് ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്